സായി എന്നൊരു വേറൊരു പാവയുടെ തലയിൽ ബലൂൺ വെച്ചിട്ട് പൊട്ടിക്കുന്നുണ്ടല്ലോ. പക്ഷേ ആദ്യം ആ ഒരു പറഞ്ഞ ധൈര്യം കൊടുത്തത് ഞങ്ങൾക്ക് ഒരു ധൈര്യം കിട്ടുന്നത് ജിൻഡോയുടെ ആ ഒരു അത് വേറെ ആരും അത് പറഞ്ഞില്ല. ഗേറ്റ് തുറന്ന് കിടക്കേണ്ട അടച്ചേരെ ഞാൻ മതിൽ ചാടി ഇങ്ങ് പോരാ. എന്നിട്ട് ജിൻഡോയൊക്കെ പറയുന്നുണ്ട് അല്ലല്ല ഉണ്ട് ഇതൊരു സസ്പെൻസിൽ വെച്ചിരിക്കുകയാണ് അങ്ങനെയാന്ന് പറഞ്ഞു. ഇപ്പൊ അവിടെ ചെല്ലുമ്പം നിങ്ങളെയും കണ്ണ് കെട്ടിയാണോ കൊണ്ടുപോകുന്നത്? അച്ഛൻ കണ്ടില്ല, എന്നെ അവൻ ആദ്യം കൂട്ടിയത്. പണ്ടിവനെ ശബരിമലയ്ക്ക് കുഞ്ഞിനെ ഒരു വയസ്സായപ്പോൾ ശബരിമലയ്ക്ക് കൊണ്ടുപോകും. മറ്റേ അപ്സരയുടെ തന്നെ അമ്മ വരുമ്പോൾ ഇമ്മനെ ഒരു ചോദ്യം ചോദിച്ചു, അപ്പൊ ഞാൻ ആരുടെ കൂടാ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഇന്ന് ഞങ്ങളുടെ കൂടെ പോരെ. ഞാൻ പോലും അറിയുന്നത് അവനുള്ളിൽ അത്രയും ഒരു വിഷമം ഈ കോർട്ടിയാണിന്റെ ഭാഗം ഏസിയാണ്. ജാസ്മിനൊക്കെ വിളിച്ചോണ്ട് പോയിട്ട് ചോദിച്ചു എങ്ങനെയുണ്ട് പുറത്ത്. അപ്പൊ അവരെല്ലാം ഉള്ളിൽ നിൽക്കാം. ഞാൻ വേണ്ടി മോശം സമ്മതിച്ചില്ല. ഞാൻ പറഞ്ഞാൽ ചോദിച്ചു നീ ബാക്കിയുള്ള ചിലവ് ഇവന്റെ അഭിമാനം അവന് അതിന് അനുവദിക്കുക. അതാണ് ചേട്ടാ നമസ്കാരം. നമസ്കാരം. അപ്പൂപ്പനും അമ്മൂമ്മയാണ് ഇവരുടെ കൂടെയാണ് പെറ്റായിട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടുന്ന് എയർപോർട്ടിൽ ചെല്ലുമ്പോൾ തൊട്ട് അവിടെ കയറി തിരിച്ചിറങ്ങി വരുന്നവരെയുള്ള കാര്യം ചുരുക്കത്തിലെന്ന് പറയാൻ നന്നായിരിക്കും. അവര് നമ്മള് ടിക്കറ്റ് ചെന്ന് പ്ലെയിനിൽ അവിടെ ചെന്നപ്പോൾ അവര് വന്നു കൂട്ടിയിട്ട് പോയി. അന്ന് റൂമിലെ ലോഡ്ജിലായിരുന്നു. വൈകുന്നേരം രാത്രിയിലാണ് എത്തിയത്. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ ഒരു 9 മണിയാകുമ്പോൾ അവർ വന്ന് വിളിച്ച് അവിടെ കൊണ്ടുപോയി അവർ ഓഫീസിലൊക്കെ ഇരുന്നു. അവിടുന്ന് പിന്നെ എല്ലാം ചെക്കിങ്ങുകളുണ്ട്. ഒരു സാധനം നമുക്ക് അകത്തോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. നമ്മൾ ഇട്ടിരുന്ന ഡ്രസ്സല്ലാതെ ഒറ്റ സാധനങ്ങൾ അങ്ങോട്ട് ഉള്ളിൽ കടത്തില്ല. അവന് കൊണ്ടുപോയ ഡ്രസ്സ് വരെ അവരാണ് കൊടുക്കുന്നത്. അത് വീക്കിലി ലീവ്സ് ഉണ്ട്. അത് ഫ്രൈഡേ ഇപ്പം ഇന്ന് ഈ ആഴ്ച ഇന്ന് സൺഡേയാണ് കൊടുത്തിരിക്കുന്നത്. എല്ലാം കൊടുക്കത്തില്ല. അവർക്കൊരു ട്രേ ഉണ്ട്. ആ ട്രേയുടെ സൈസിൽ കൊള്ളുന്ന മാത്രമേ അവർ കൊടുക്കത്തുള്ളൂ. അപ്പോൾ 2-3 ഉണ്ട്. 10 രൂപ കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ 2-3 മാത്രമേ അവർ കൊടുക്കത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളന്ന് 3 പേരുണ്ടായിരുന്നു. 3 കുട്ടികളെ, നോറയുടെയും സിജോയുടെയും അഭിഷേക്, അങ്ങനെ 3 ഫാമിലികളുള്ളത്. ആദ്യം ഞങ്ങൾ അച്ഛന്മാരെല്ലാം കൂടെ അവർ കയറ്റി വിട്ട് ആ ഡോറിങ്ങനെ തുറക്കുമ്പോൾ ആദ്യം ഞാൻ, അത് കഴിഞ്ഞിട്ട് സിജോയുടെ അച്ഛന്, അത് കഴിഞ്ഞിട്ട് നോറയുടെ അച്ഛന്, ഈ 3 പേര്. അപ്പം ഒരു എന്തോ ഡാഡി എന്നുള്ളൊരു പാട്ടൊക്കെ ഇട്ട് എൻട്രി ചെയ്യുന്നത്. അത് നമ്മളവിടെ ചെന്ന് പിന്നെ എല്ലാ എല്ലാം ആയി ഇതെല്ലാം കഴിഞ്ഞിട്ട് അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോഴാണ് അഭിഷേകിൻ്റെ അനിയത്തിയെ എൻട്രി ചെയ്യുന്നത്. അത് കഴിഞ്ഞ് കുറെ ഒരു അരമണിക്കൂർ കഴിയുമ്പോഴാണ് ഇങ്ങനെ ഓരോരുത്തർ പിന്നെ അഭിഷേകിന്റെ അനിയത്തി ഉണ്ട് എന്നുള്ള കാര്യം പറയരുതെന്ന് പറഞ്ഞിട്ടുണ്ടോ? അത് പറഞ്ഞു. അവർ പറഞ്ഞിട്ട് നിങ്ങൾ ഇന്ന് അച്ഛന്മാർ മാത്രമേ ഉള്ളൂ. അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട് അച്ഛന്മാർ മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ളവരാരും ഇല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ആരുമില്ല, ഇപ്പം മാതൃദിനം കഴിഞ്ഞല്ലേ ഉള്ളൂ, ഇപ്പം അച്ഛന്മാർ മാത്രം മതി, അവർക്ക് വേണ്ടിയുള്ളൊരു ദിനം ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് അങ്ങനെ ആണെന്ന് പറഞ്ഞു. അപ്പോൾ ആരും ഇല്ലയെന്ന് പറഞ്ഞു. അപ്പോൾ അവർ എല്ലാം ഉണ്ട് അവർ തർക്കിക്കുക. ഞങ്ങൾ ഇല്ലയെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു അരമണിക്കൂറോളം ഇരുന്നപ്പോൾ അവർക്ക് മനസ്സിലായി ആരും ഇല്ല എന്നുള്ളത്. അപ്പോൾ പിന്നെ ഈ അലാറം അടിച്ച് പാട്ട് കേൾക്കുമ്പം അപ്പോഴാണ് ആ അഭിഷേകൻ അനിയത്തി എൻ്റർ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ഒരു 3/4 മണിക്കൂർ അപ്പോഴേ ഇവർ ചോദിക്കുന്നുണ്ട് ഞങ്ങളുടെ അമ്മയൊന്നും വന്നില്ലേ. അപ്പോൾ എന്നിട്ട് ജിൻഡോയൊക്കെ പറയുന്നുണ്ട് അല്ലല്ല ഉണ്ട് ഇതൊരു സസ്പെൻസിൽ വെച്ചിരിക്കുകയാണ് അങ്ങനെയാണെന്ന് പറഞ്ഞു. പിന്നെ അരമണിക്കൂർ ഗ്യാപ്പ് വിട്ടിട്ട് അവർ 2 പേരും, അത് നോറയുടെ അമ്മ വന്നു, അത് കഴിഞ്ഞ് സിജോയുടെ അമ്മ വന്നത്. ഇപ്പൊ അവിടെ ചെല്ലുമ്പം നിങ്ങളെയും കണ്ണ് കെട്ടിയാണോ കൊണ്ടുപോകുന്നത്? ഇല്ല, കണ്ണൊന്നും കിട്ടില്ല. നമ്മൾ പുറത്തൂടെ തന്നെ ഇപ്പൊ നിങ്ങളെ ശരിയായിട്ട് പരിശോധിക്കും. സെക്യൂരിറ്റി അവർ ആദ്യം റൂമിൽ കൊണ്ടിരുത്തിയിട്ട് നമ്മളെ ഇട്ടിരുന്ന ഡ്രസ്സ് അല്ലാതെ ബസ്സിന്റെ ടിക്കറ്റ് വരെ പറ്റത്തില്ല. പിന്നെ കർച്ചീഫ്, വാച്ച്, മൊബൈൽ എല്ലാം മാറ്റി, ഒന്നുമില്ല. നമ്മൾ ഇട്ടിരുന്ന ഡ്രസ്സ് മാത്രം. തലയിൽ നിന്ന് ചീപ്പ് പോലും പറ്റത്തില്ല. അവിടെ പോയി കണ്ടപ്പോ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരാളുടെ പേര് പറ, 2 പേരുടെ പേര് പറ. അങ്ങനെയല്ല, എനിക്ക് എല്ലാവരെയും ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഒരാളായിട്ട് എടുത്തു പറഞ്ഞാൽ അവരും മൊത്തത്തിൽ പറഞ്ഞു, അവർ 13 പേരോടും പറഞ്ഞു നിങ്ങൾ 13 പേരും കപ്പടിച്ചിട്ട് വന്നാൽ മതി. കാരണം എല്ലാം ഓരോരുത്തർ ഒന്നല്ലെങ്കിൽ വേറൊരു രൂപത്തിൽ അവർ നല്ല സഹകരണം. അവിടെ അഭിഷേക് ആദ്യം ചെന്നപ്പം ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. അത് കഴിഞ്ഞിട്ട് പിന്നെ അവർക്ക് അന്നേരം മനസ്സിലായി അഭിഷേക് അവർ പറഞ്ഞ ഒരു ചൊറിയനാണെന്ന് ഞങ്ങൾക്ക് തോന്നി. ഇപ്പം നല്ല ബെസ്റ്റ് ഫ്രണ്ടാണ്. ഇപ്പം അവർക്ക് അത്ര കാര്യമാണ്. അപ്പം ഞാൻ അവരുടെ പെരുമാറ്റം കൊണ്ട് ഞാൻ പറഞ്ഞു നിങ്ങൾ 13 പേരും കപ്പടിച്ചിട്ട് വന്നത് ആരും ഇടയ്ക്ക് വെച്ച് പോകണ്ട. അത്ര തോന്നി എനിക്ക്. അഭിഷേകിന് കൊടുത്ത ഉപദേശം എന്തൊക്കെ ഉപദേശങ്ങളാണ് കൊടുത്തിട്ട് പോകുന്നത്? കാരണം അവന് ഈ ടാസ്ക് ഒക്കെ വരുമ്പോൾ ഒന്നും നോക്കുന്നില്ല. അപ്പോഴേ ഞങ്ങൾ പറയും ഇത് ഇടിച്ചു തള്ളി ആ ജിമ്മിൽ പോകുന്ന ആരോഗ്യം എടുക്കുന്നുണ്ട്, അതാരെയും ചെയ്യരുതെന്ന് പറഞ്ഞു. കാരണം അത് ചെയ്ത് 2-3 പേർക്ക് ഇപ്പോൾ അവിടെ നടുവാനായിട്ട് അവർ മറ്റേ വാട്ടർ ബെഡിലാണ് കിടക്കുന്നത്. ഒന്ന് സായിയും അപ്സരയ്ക്ക്. അപ്പം അപ്സര പറഞ്ഞൊരു കാള ഇങ്ങനെ കുത്താൻ വരുന്ന മാതിരി എനിക്ക് തോന്നിയേ. ഇവരുടെ ഷോൾഡർ കൊണ്ട് അവരുടെ നടുവിന് ഇടിച്ചു. പിന്നെ അവർക്ക് ഇപ്പോഴും ബാക്ക് പെയിൻ ഉണ്ടെന്ന് പറഞ്ഞു. അവർ വാട്ടർ ബെഡില്ല. സായി എന്നൊരു വേറൊരു പാവയുടെ തലയിൽ ബലൂൺ വെച്ചിട്ട് പൊട്ടിക്കുന്നുണ്ടല്ലോ, അതിൽ അവനെ ആ റൂമിലിട്ട് കറക്കി ഇങ്ങനെ എടുത്തില്ല. അവനും
ഡിസ്കിന് നേരത്തെ കംപ്ലൈൻറ്റ് ഉള്ളതാണ്, ഇതുകൂടെ ആയപ്പോഴത്തേക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ ആരെയും കായികമായിട്ട് ആർക്കും വേദന വരും. അപ്പം ജിൻഡോ ഉടനെ വന്ന് എന്നോട് പറഞ്ഞു, അച്ഛൻ കണ്ടില്ല എന്നെ അവൻ ആദ്യം പൂട്ടിയത് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ കണ്ടെന്ന് പറഞ്ഞു. പിന്നെ അങ്ങനെ ചെയ്യരുത്. എന്താഹാരമായി കൊടുത്തോണ്ടിരിക്കുന്നത് ഈ ജിൻഡോ വരെ പൂട്ടാനും മാത്രം ശക്തിയായിട്ട്? അമ്മൂമ്മയുടെ ആഹാരം കഴിക്കലും മുട്ട, ഒരു ശകലം ചോറും മോരും മെഴുക്കുവറ്റിയാണ് ആഹാരം. മുട്ട കഴിക്കും. മുട്ട കഴിക്കും, 4-5 മുട്ട കഴിക്കും. പിന്നെ അത് മാത്രമേ കഴിക്കത്തുള്ളൂ. ഉച്ചയാകുമ്പോഴത്തേന് ചോറ് വിടാണ്. പക്ഷെ അവിടെ കടയിൽ നിന്ന് ബീഫോ എന്തെങ്കിലും വാങ്ങിച്ചോണ്ടേ വരുള്ളൂ. ഒരു ചോറേ ഉണ്ണത്തുള്ളൂ. അത് മോരുകറി മാത്രം മതി. മീൻ കഴിക്കത്തില്ല. ഒരു മെഴുക്കരി മീൻ കഴിക്കുകയില്ല. പണ്ട് ഇവനെ ശബരിമലയ്ക്ക് കുഞ്ഞിനെ 1 വയസ്സായപ്പോൾ ശബരിമലയ്ക്ക് കൊണ്ടുപോയി വ്രതം എടുത്ത് 2 മാസം 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ. അന്ന് പോയ പിന്നെ അവൻ തിരിച്ചു വന്ന പിന്നെ ഇന്ന് വരെ മീൻ കിട്ടിയിട്ടില്ല. ഇന്ന് വരെ മീൻ കിട്ടിയിട്ടില്ല. അതിനു മുമ്പ് മീൻ കൊടുക്കുക. അന്ന് തൊട്ടവൻ ഇന്ന് വരെ മീൻ വ്രതം എടുത്തു കഴിഞ്ഞപ്പോഴേ പിന്നെ അവൻ കഴിക്കില്ല. 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അന്ന് വ്രതം നോക്കി ശബരിമല കൊണ്ടുപോയി കഴിഞ്ഞ് തിരിച്ചു വന്നു കഴിഞ്ഞാൽ പിന്നെ ഇന്ന് വരെ അവൻ മീൻ കിട്ടിയിട്ടില്ല. മീൻ ശകലം ചാറേലും കൂട്ടുകയെന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കും. മോൻ എന്തൊക്കെ സാധനങ്ങൾ കൊടുത്തയച്ചു പ്രാവശ്യം? സ്നാക്സ് ഒക്കെ വാങ്ങിട്ട് പോയായിരുന്നു. അത് ഇഷ്ടംപോലെ ഉണ്ട് അവിടെ. ഇപ്പൊ ഈ പേരൻസ് എല്ലാം വരുന്നുണ്ട്. അവിടെ അവർക്ക് ഇപ്പം കഴിക്കാൻ വയ്യെന്നാ പറയുന്നത്. അതാണ് മറ്റേ ഇടയ്ക്ക് റേഷനാണല്ലോ അവർക്ക് ഫുഡ് കൊടുക്കുന്നത്. അപ്പൊ പൊറിക്കാനൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് അവർ ഈ അതിനകത്ത് മുട്ടയൊക്കെ മോട്ടിക്കുന്നത് കണ്ടിരുന്നല്ലോ നമ്മള്. അത് ആ ഫുഡിന്റെ ഷോർട്ടേജ് ആയിരുന്നു. ഇപ്പൊ പിന്നെ മോഷണത്തിന്റെ ആവശ്യമില്ല. ആവശ്യം പോലെ എല്ലാവരും കൊണ്ടുവരുന്നു. ഞാൻ മറ്റേ അപ്സരയുടെ തന്നെ അമ്മ വരുമ്പോൾ പറഞ്ഞു മക്കൾക്ക് എല്ലാവർക്കും ഞാൻ കൊണ്ടുവന്നിട്ട് ആവശ്യം പോലെ. അങ്ങനെ ഓരോരുത്തരും ഒരാളുടെ കാര്യമല്ല, വന്ന പേരൻസുകളെല്ലാം ഇഷ്ടംപോലെ കൊണ്ട് നമ്മളും കൊണ്ടുപോയി. അതവിടെ ഇരിപ്പുണ്ട്. ഇപ്പം ആർക്കും മോഷ്ടിക്കേണ്ട കാര്യമില്ല. അത് കഴിഞ്ഞപ്പോൾ ഒരു വീടും വെച്ചു. അപ്പം ഞാൻ ഇങ്ങോട്ട് മാറാൻ വന്ന് തുടങ്ങിയപ്പോൾ ഇമ്മൻ ഒരു ചോദ്യം ചോദിച്ചു, അപ്പം ഞാൻ ആരുടെ കൂടാ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഇന്ന് ഞങ്ങളുടെ കൂടെ പോരെ. അന്ന് മുതൽ അറൗണ്ട് 5th സ്റ്റാൻഡേർഡ് പഠിക്കുമ്പോൾ തൊട്ട് ഇവിടെ ഇന്ന് വരേക്കും ഇതുവരേക്കും ബിഗ് ബോസ് പോകുന്നവരേക്കും ഇവിടെ താമസമൊക്കെ ഇങ്ങനെ എൻ്റെ അടുത്ത് വരും. എല്ലാവരും സ്കൂളിൽ എവിടെ പോയാലും രാത്രി 1 മണിയായാലും 2 മണിയായാലും വേറെ കിടക്കുകയില്ല. ഇവിടെ വന്നേ കിടക്കുകയുള്ളൂ. അപ്പം നേരെ അമ്മ വിളിച്ച് പറഞ്ഞേക്കും, പപ്പ ഞാനൊരു 2 മണിയൊക്കെ ആകുമ്പോഴേ വരുള്ളൂ, ഗേറ്റ് തുറന്ന് കിടക്കണ്ട, അടച്ചേരെ, ഞാൻ മതിൽ ചാടി ഇങ്ങ് പോരാ. അപ്പൂപ്പൻ നല്ല വിളിക്കുന്നത്. എല്ലാരും പപ്പാന്ന് വിളിക്കുന്നത് കേട്ട് പപ്പയെന്നാ വിളിക്കുന്നത്. അമ്മയെ മാത്രം അമ്മൂമ്മയെന്ന് വിളിക്കും. അതുപോലെ നമ്മള് ഇപ്പം അവന്റെ ചെറിയ വയസ്സിൽ ഇപ്പൊ നമ്മള് അവന്റെ അമ്മയുടെ ചേച്ചി അതിൽ ഫോട്ടോ കാണിച്ചിരുന്നല്ലോ, പറഞ്ഞിരുന്നേ. അവരുടെ ചേട്ടനാ, എന്റെ കസിൻ ബ്രദാ, പുള്ളിയെ ഞാൻ രാജൻ ചേട്ടൻ എന്നാ വിളിക്കുന്നത്. അപ്പൊ അന്ന് മുതൽ അവൻ പുള്ളിയെ രാജൻ ചേട്ടൻ എന്നാ വിളിക്കുന്നത്. കണക്ക് പറഞ്ഞ അവന്റെ വല്യച്ഛനാ. ഇന്ന് ഇപ്പോഴും വിളിക്കുന്ന രാജൻ ചേട്ടൻ. ഞാൻ എന്നോട് ചോദിച്ചു രാജൻ ചേട്ടൻ എന്ത് പറയുന്നു? ചേട്ടൻ രാജൻ ചേട്ടൻ എന്നാ വിളിക്കുന്നത്. അവൻ ചെറിയ വയസ്സിൽ കേട്ടപ്പോ അങ്ങനെ പപ്പയെന്നാ തന്നെ വിളിക്കുന്നത്, അപ്പൂപ്പൻ എന്നല്ല. അങ്ങനെ അന്ന് മുതൽ അവൻ ഇവിടെ പപ്പയുടെയും അമ്മൂമ്മയുടെയും കൂടെ താമസിക്കുന്നത്. പിന്നെ കോളേജിൽ പോകുന്ന സ്കൂളിൽ പോകുന്ന പേരൻസ് മീറ്റിംഗ് അങ്ങനെയുള്ള കാര്യത്തിനെല്ലാം എന്ന് പറയും, വീട്ടിൽ വരും, ആഹാരം കഴിക്കും. കോളേജിൽ പോകാൻ എൻ്റെ സ്കൂട്ടറുണ്ട്. അപ്പം ഞാൻ ഇവിടെ നിന്ന് സ്കൂട്ടറിൻ്റെ പുറകെ എടുത്ത് കോളേജിൽ കൊണ്ട് വിടും. അവിടെ കൊണ്ട് വിട്ടേച്ച് ഞാൻ പോരും. പിന്നെ വൈകിട്ടിങ് പോരും. രാവിലെ ഞാൻ കോളേജ് ബസ്സിലാണ്. രാവിലെ ഞാൻ കോളേജിൽ കൊണ്ടുവിടും. ഏത് കോളേജിലാണ് പഠിച്ചത്? ഇവിടെ ബിടെക്കിന് പ്രോവിഡൻസിൽ, പിന്നെ MBA കഴിഞ്ഞത് IAM-ലാണ്. നേരത്തെ ചോദിച്ച ചോദ്യം തന്നെയാണ്. ബിഗ് ബോസ് ഹൗസിനകത്ത് പുറത്തു നിന്ന് കാണുമ്പോൾ ചിലരെ നമുക്ക് ഇഷ്ടപ്പെട്ട് ചൊറിയനാണെന്ന് തോന്നും, അല്ലെങ്കിൽ കൊള്ളത്തില്ലെന്ന് തോന്നും. അങ്ങനെയുള്ളതിൽ അവിടെ ചെന്നപ്പോൾ പെട്ടെന്ന് ഒരു ചേഞ്ച് വന്നത് ആരെ അങ്ങനല്ല. ഞാൻ കണ്ടപ്പോൾ പുറത്ത് നമ്മൾ ഇത്രയ്ക്കല്ലേ ഉള്ളൂ എന്ന് വെച്ചാൽ, പക്ഷെ നമ്മൾ അകത്ത് ചെല്ലുമ്പോഴാണ് അതിന്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളും മനസ്സിലാകുന്നത്. ഒരു ജയിൽ മാതിരിയാ. നമുക്ക് വാച്ചില്ല, ടൈം അറിയത്തില്ല, ഡേറ്റ് അറിയത്തില്ല, ഡേ അറിയത്തില്ല, വേറെ ഒരു ഇതില്ല. അപ്പോൾ നമ്മൾ പറയുമോ ഇവർ 3 മണിക്കാണ്, ഞങ്ങൾ പറയുന്നുണ്ട് 3-3:30 മണിക്കാണോ ചോറിന് വെച്ചാൽ അവരോട് ചോദിച്ചാൽ ടൈമില്ല. അന്ന് ഞങ്ങൾ ചെല്ലുമ്പോഴും അത് തന്നെ കയറിപ്പോയാണ്ട് ഒരു 11 മണിയാണെന്ന് തോന്നുന്നു. അതിനുമ്പോ ഒരു മൊബൈൽ വാച്ചെല്ലാം മാറ്റി. ഇപ്പം നമുക്ക് സമയം അറിയില്ല. അവിടെ ചെന്ന് അവരോട് സംസാരിച്ച് ചായ കുടിച്ച് കഴിഞ്ഞപ്പം അവർ ചോറുണ്ടാക്കി തന്നെ. അപ്പോൾ അറൗണ്ട് 3-3:30 മണിയായി കാണണം. പിന്നെ ഇതിൻ്റെ ലൈവ് ഉണ്ടോ മനസ്സിലായേ. പക്ഷെ നമുക്കത് സമയം അറിയത്തില്ല. ഉച്ചയാണോ വൈകിട്ടാണോ ഒന്നും അറിയില്ല. ഇരുട്ടുമ്പോൾ മാത്രമേ അറിയത്തുള്ളൂ. പക്ഷെ നമുക്ക് പുറത്തു നിന്ന് പറയാൻ അകത്ത് ചെല്ലുമ്പോഴാണ് അതിൻ്റെ വ്യത്യാസം അറിയുന്നത്. അവർ ജയിലെന്ന് വെച്ചാൽ ഒരു പുറലോകമായിട്ട് ഒരു ബന്ധമില്ല. ഈ 13 പേരുണ്ടെങ്കിൽ അവരുടെ മുഖത്തോട് നോക്കിയാണ് അവരത് ഇരിക്കുന്നത്. സമയമൊന്നും അറിയില്ല. ഈ കോർട്ടിയാടിന്റെ ഭാഗം AC ആണോ? അല്ല, ഓപ്പൺ സ്പേസാ. ബാക്കിയുള്ളതെല്ലാം സൺറൈസ്. സൂര്യപ്രകാശം ഒട്ടും കളത്ത് നടന്നു വരത്തില്ല. ഉള്ളിലില്ല, പുറത്താണ്ട് പുൽമേടിലെ പച്ചപ്പ് കാണില്ലേ, അത് ഓപ്പൺ സ്പേസാ. അപ്പൊ അവിടെ നോക്കി നമുക്ക് സൂര്യനെ നോക്കിയിട്ട് സമയം ഏകദേശം നിശ്ചയിക്കാൻ പറ്റത്തില്ല. ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ കുട്ടികൾക്ക് സൂര്യനെ നോക്കി അവർ വാച്ച് പോലും കിട്ടത്തില്ല. അവരുടെ കയ്യിൽ നിന്ന് ഉടനെ മൊബൈൽ കുത്തിയിട്ടാ നോക്കിയിട്ട്. അപ്പൊ അത് അവർക്ക് ബുദ്ധിമുട്ട്. മൊബൈലില്ലാതെ അതിനകത്ത് ജീവിക്കുന്നതിൽ വളരെ ഒരു ഇതാണ്.
കാരണം ഇപ്പം എങ്ങോട്ട് ഇവിടെ തന്നെ ആയാലും അഭിഷേകിനെ ഏത് സമയത്ത് വിളിച്ചാലും കിട്ടും. കാരണം കുളിച്ചോണ്ട് നിൽക്കുകയാണെങ്കിൽ മൊബൈൽ എടുക്കും, ചോദിച്ചാൽ പറഞ്ഞ് ജനലിലാണ് വെച്ചിരിക്കുന്നത്. അപ്പൊ അവന് മൊബൈൽ ഒട്ടും ഒഴിവാക്കാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള ബാത്റൂമിലും വയ്ക്കും. അതാ കുളിച്ചോണ്ട് നിൽക്കാന്നാ പറയുന്നത്. നമ്മളാണെങ്കിൽ ആ സമയത്ത് ഫോൺ കിട്ടത്തില്ല, പുറത്താ വെക്കുന്നത്. അപ്പൊ അവർക്ക് അതുപോലെ ഒഴിവാക്കാൻ പറ്റാത്ത ഇതുള്ളത് അതിനകത്ത് ചെന്നിട്ട് മൊബൈലിൽ നിന്നുള്ള ഒരു ഇതേ ഇല്ല. അപ്പൊ അതുകൊണ്ട് മൊബൈൽ ഇല്ലാതെ അവർക്ക് ജീവിക്കാൻ പറ്റും. പിന്നെ വീട്ടുജോലികൾ ഇവിടെ ഒരു ജോലി എല്ലാ അമ്മൂമ്മയാണ് ചെയ്യുന്നതും. അവരുടെ തുണി വരെ കഴുകുന്ന അമ്മൂമ്മ. അവിടെ ചെന്ന് തുണി കഴുകാൻ പഠിച്ചു, ചപ്പാത്തിക്ക് മാവ് കുഴയ്ക്കുന്നുണ്ട്, ദോശ ഇടാൻ പഠിച്ചു, തൂക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു ഇനിയിപ്പോ വീട്ടിൽ ഇതെല്ലാം ചെയ്യുന്നത്. അപ്പൊ വന്നില്ല, ഇതെല്ലാം ഒരു ടാസ്കിന്റെ ഗെയിമാണ്. വീട്ടിൽ അതിന്റെ ആവശ്യമില്ല. അതിലേ പറയുന്നുണ്ട്, അതൊന്നും പ്രതീക്ഷിക്കേണ്ട. ഇത് കാണുന്ന എന്റെ വീട്ടുകാർ വിചാരിക്കും ഞാൻ വീട്ടിൽ വരുമ്പോ ഇത് ചെയ്യുമെന്ന്. അങ്ങനെ പ്രതീക്ഷിക്കേണ്ടെന്ന് അത് പറയുന്നുണ്ട് അവന്. അഭിഷേകിന്റെ പെങ്ങളും ഉണ്ടായിരുന്നല്ലോ, പുള്ളിക്കാരി എവിടെ ഇറങ്ങി? എറണാകുളത്ത്. പുള്ളിക്കാരിക്ക് ധാരാളം കഥകൾ പറയാനുണ്ടായിരുന്നു. ജാസ്മിനൊക്കെ വിളിച്ചോണ്ട് പോയിട്ട് ചോദിച്ചു എങ്ങനെയുണ്ട് പുറത്ത്. അപ്പൊ പുറത്തെ കാര്യങ്ങൾ പറയുന്ന ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവള് പറഞ്ഞു പുറത്തിറങ്ങിയാല് തലയിൽ തോർത്തിട്ട് ഓടേണ്ടി വരും എന്ന് പറഞ്ഞു. അപ്പൊ ഉടനെ ബിഗ് ബോസ് പറഞ്ഞു പുറത്തെ കാര്യങ്ങൾ പറയരുത്, പുറത്തുള്ള പേരുകൾ ചോദിക്കരുതെന്ന് പറഞ്ഞ് വാണി കൊടുത്തു. അവിടെ പിന്നെ അത് നിർത്തി. അപ്പൊ അവിടെ അകത്തി വന്നപ്പോ ഏറ്റവും അഭിഷേകമായിട്ട് നല്ല കോംബോ ഉള്ള 2-3 പേരുടെ പേര് പറഞ്ഞു. സായിയാണ് മെയിൻ ആയിട്ട്. അത് കഴിഞ്ഞാൽ പിന്നെ മുടിയൻ നമ്മുടെ കൃഷിയാണ്. സായിയാണ് ഫുൾ ടൈം. അഭിഷേക് ഫൈനൽ 5-ൽ എത്തും എന്ന് പ്രതീക്ഷിക്കുന്നു. അച്ഛൻ പ്രതീക്ഷിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. അമ്മ പ്രതീക്ഷിക്കുന്നുണ്ടോ? പ്രാർത്ഥനയുണ്ട്. ഇപ്പോഴത്തെ അവന്റെ പോക്ക് കണ്ടിട്ട് ഈസിയായിട്ട് എത്തും, കുഴപ്പമില്ല. ഇപ്പം അഭിഷേകിൻ്റെ കഥകൾ നമ്മൾ കുറച്ച് കേട്ടല്ലോ, അത് ഒക്കെ സത്യമാണോ? അതിനകത്ത് പറഞ്ഞിരുന്നില്ല. അവൻ അവന്റെ കഥകളെല്ലാം പറഞ്ഞിരുന്നു. അവന് അവന്റെ അമ്മയില്ല എന്നുള്ള വിഷയം തന്നെ അതിനകത്ത് നിന്നിട്ടാണ് അവൻ ഇത് പറയുന്നത്. പിന്നെ ആ മാതൃദിനത്തിന് അന്ന് ലെറ്റർ വായിക്കുമ്പോൾ ഞാൻ പോലും അറിയുന്നേ അവന്റെ ഉള്ളിൽ അത്രയും ഒരു വിഷമം ഉണ്ടെന്ന്. കാരണം അവൻ എക്സാമിനൊക്കെ കൊണ്ടുപോകുമ്പോൾ ഞാനാ കൊണ്ടുവന്നേ. എന്നിട്ട് ഞാൻ ചോദിക്കും നീ അമ്മയുടെ ഫോട്ടോയിൽ നോക്കി പ്രാർത്ഥിച്ചു, ഒന്നും മിണ്ടത്തില്ല. അപ്പൊ ഞാൻ വിചാരിച്ച അവൻ മറന്നു കാണും എന്നാ വിചാരിച്ചേ. പക്ഷെ ഇപ്പൊ ഈ പ്രോഗ്രാമിൽ ചെന്ന് ഈ പ്ലാറ്റ്ഫോമിൽ ചെന്ന് അവൻ ആ മാതൃദിനത്തിൽ ആ ലെറ്റർ വായിക്കുമ്പോഴാണ് ഇവനെല്ലാം ഉള്ളിൽ ഒതുക്കിയിരിക്കുകയാണ്, ഇവനെല്ലാം ഉള്ളിലുണ്ട്. ഇവിടെ പോകാൻ നേരത്തെ ഇവിടെ പ്രാർത്ഥിച്ചിട്ടാണ് പോവുകയെ സമയത്ത് 4 മണി വെളുപ്പിന് 4 മണിയായിരുന്നു ഇവിടെ നിന്ന് പോകുന്നത്. അപ്പം ഞങ്ങൾ ഓർമ്മ ഞങ്ങളെ വിളിച്ചു പറഞ്ഞു പോകാൻ. ഞങ്ങൾ എഴുന്നേറ്റ് വന്ന് അത് കഴിഞ്ഞ് ഞാൻ വിളക്ക് കത്തിക്കാൻ പോയ സമയത്ത് നോക്കുമ്പോൾ ഈ അമ്മയുടെ ഫോട്ടോയുടെ പുറത്തൊരു 10 രൂപയും വെച്ചാൽ തൊഴുതിട്ടുണ്ടായിരുന്നു. ഒരു 10 രൂപ. പിന്നെ ഞാൻ പൈസ ഞാൻ പിന്നീട് അമ്പലത്തിൽ കൊണ്ടിട്ട് അത് ഞാൻ പറഞ്ഞു ഇവനെ ഇവിടെ നീ പൈസ ഇവിടെ അവനെല്ലാം ഉള്ളിൽ ഒതുക്കാം, പുറത്തറിയിക്കുന്നില്ല. അപ്പൊ ഈ മരിച്ച ദിവസം വരുമ്പോ ഞാൻ പറയടാ എല്ലാരും ഈ ഫേസ്ബുക്കിലും ഈ വാട്സപ്പിലൊക്കെ ഇടുന്നില്ല അമ്മയുടെ വേണ്ട, അങ്ങനെ ഇട്ടുള്ള സിമ്പതിയും വേണ്ട, അങ്ങനെ ആരെയും അറിയിക്കുകയും വേണ്ട. അവന്റെ സുഹൃത്തുക്കളാരും ഇവിടെ വരാറില്ല, അവനോട്ട് എങ്ങോട്ട് പോകാറില്ല. സുഹൃത്തുക്കളില്ല. കോളേജിലുണ്ട്, പക്ഷെ അത് വീടുകളിൽ വരാറില്ല. വന്നു കഴിഞ്ഞാൽ ഈ വിവരം അറിയും. അങ്ങനെ അവരെ അറിയിച്ച ആ ഒരു സിമ്പതി അവനതിന് വേണ്ട. അത് അവൻ അതിനകത്തും പറയുന്നുണ്ട്, എനിക്ക് അത് പറഞ്ഞുള്ള സിമ്പതി വേണ്ട അങ്ങനെയുള്ളതാണ്. പിന്നെ ആ മാതൃദിനത്തിനന്ന് അവന്റെ ആ മനസ്സിന്റെ ഉള്ളിലുള്ള ആ വിഷമങ്ങളെല്ലാം അവൻ അത് പ്രകടിപ്പിച്ചു എന്നുള്ളത്. അത് വോട്ട് കിട്ടാനോ ഇന്ന് മുഖത്ത് ഈ മഷി തേക്കുന്ന ഒരു കളി ഉണ്ടായിരുന്നല്ലോ, അപ്പൊ അത് എന്തോ തോന്നി അതിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ അതിനുമ്പ് അത് കഴിഞ്ഞിട്ട് മറ്റേ ജാൻമണിയുടെ മുഖത്തൊക്കെ സമ്മതിച്ചില്ല. അപ്പൊ അന്നേരം പറഞ്ഞിട്ട് അഭിഷേക് സമ്മതിച്ചല്ലോ. പക്ഷെ ഒരു പുതിയായിട്ട് ചെല്ലുമ്പോൾ അവൻ അതിന് മസിൽ പിടിച്ചില്ല, അവൻ ധൈര്യമായിട്ട്. അത് കഴിഞ്ഞ് ലാലേട്ടൻ വന്ന സമയത്ത് ജിൻഡോ പറയുന്നു ആ ഒരു വാക്ക് കിട്ടുമ്പോൾ നമുക്ക് കുറച്ചൊരു മനസ്സിൽ സമാധാനമായി. ഒരാളെങ്കിലും അത് തിരിച്ചറിഞ്ഞല്ലോ. ജിൻഡോയെ കുറിച്ച് എന്താ അഭിപ്രായം കണ്ടിട്ട്? അഭിഷേകിന് ആദ്യം ആ ഒരു പറഞ്ഞ ധൈര്യം കൊടുത്തത്, ഞങ്ങൾക്ക് ഒരു ധൈര്യം കിട്ടുന്നത് ജിൻഡോയുടെ ആ ഒരു പറഞ്ഞു. അത് വേറെ ആരും അത് പറഞ്ഞില്ല. അത് നമുക്ക് മറക്കാൻ പറ്റില്ല. കാരണം അത് ബാക്കിയുള്ളവർ അവരുടെ മുഖത്തും ചെള്ളയ്ക്കും മഷി തേക്കാൻ തുടങ്ങുമ്പോഴും ജിൻഡോ മാത്രമേ ഉള്ളൂ ആ ഒരു ലാലേട്ടനോട് നേരിട്ട് അത് പറഞ്ഞത്. അതില് ജിൻഡോയിൽ നമ്മൾക്കൊരു ചെറിയ കടപ്പാടുണ്ട്. ഗെയിമായിട്ട് കാണുകയും മനുഷ്യത്വമായിട്ട് പെരുമാറുകയും ചെയ്യണം എന്നുള്ളതാണ്. ശരിയെന്നില്ല. അവര് വഴക്ക് പിടിക്കുമ്പോഴൊക്കെ 6 പേര് ചെന്ന് കയറുന്നതിന് മുമ്പേ ഇവർക്ക് സബ്ജക്റ്റ് ഒന്നുമില്ല. ഇവർ മൊത്തം അതിനകത്ത് ആ വീട്ടിൽ അച്ഛനും അമ്മയ്ക്കും ഒക്കെ വിളിക്കുന്ന എല്ലാവരും കേൾക്കുന്നുണ്ട്. അപ്പം നമ്മൾ അഭിഷേക് കയറി കഴിഞ്ഞിട്ട് ഞാൻ കുറേ അറിയുന്നവരോട് ഫാമിലിയോട് പറഞ്ഞു ഇങ്ങനെ അഭിഷേക് ബിഗ് ബോക്സിലുണ്ട്, നിങ്ങൾ കാണാൻ. അയ്യോ ഞങ്ങൾ കാണില്ല, കുട്ടികളായിട്ടിരുന്ന് കാണാൻ കൊള്ളില്ല എന്ന അഭിപ്രായം പറഞ്ഞു. ഇപ്പം ആ ഒരു കാഴ്ചപ്പാട് മാറിയിട്ടുണ്ട്. ഇപ്പം ഒരു സബ്ജക്റ്റ് ഉണ്ട്, അവർക്ക് നല്ല ടാസ്ക് കൊടുക്കുന്നുണ്ട്, അതെല്ലാം വെച്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പം കുറേ വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് അത്രയും വോട്ട് വരുന്നത്. ഞാൻ ചോദിച്ചു നീ എന്താ ബാക്കിയെല്ലാത്തിനും ഇടപെടുന്നത്? അപ്പൊ എന്നോട് പറഞ്ഞത് ബിഗ് ബോസ് കേട്ടാ ആവശ്യമില്ലാത്ത വള്ളിക്കെട്ട് എനിക്ക് പിടിക്കേണ്ട കാര്യമില്ല, അങ്ങനെയാണ് പറഞ്ഞത്. വള്ളിക്കെട്ടൊന്നും ഞാൻ പോവില്ല, ഏതൊരു ഇതുണ്ട്. ഇവന്റെ അഭിമാനം അവനെ അതിന് അനുവദിക്കുക. അതാണ് അവൻ പറഞ്ഞത് ആ വള്ളിക്കെട്ടിന് എനിക്ക് താല്പര്യമില്ല.